ആലപ്പുഴ ചേർത്തലയിൽ കാണാതായ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയെന്ന സംശയം. മാതാവും ആൺസുഹൃത്തും കസ്റ്റഡിയിൽ. ചേർത്തല സ്വദേശി ആശ, ആൺസുഹൃത്ത് രതീഷ് എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. മനീഷ് മഹിബാൽ വിവരങ്ങളുമായി ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നുണ്ട്. മനീഷ്, പോലീസിന് ഈ കുഞ്ഞ് എവിടെയുണ്ട് എന്നതിൽ, അല്ലെങ്കിൽ കുഞ്ഞിനെ കൊലപ്പെടുത്തിയോ എന്നതിൽ അങ്ങനെ ഒരു വ്യക്തതയുണ്ടോ ഈ അന്വേഷണ ഘട്ടത്തിൽ? മനീഷ്. ഉന്മേഷ്, ഈ സംഭവത്തിൽ പോലീസ് സ്ഥിരീകരിക്കുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ്. കുഞ്ഞ്, നവജാത ശിശു ജീവനോടെ ഇല്ല എന്ന വിവരമാണ് പോലീസ് പങ്കുവയ്ക്കുന്നത്. പക്ഷേ ഈ കുഞ്ഞ് മരിച്ചതിന് ശേഷം ഇവർ മറവ് ചെയ്തതാണോ, ഇനി കൊലപ്പെടുത്തിയതാണോ എന്ന സംശയമാണ് പോലീസിനുള്ളത്. പക്ഷേ കുഞ്ഞ് ജീവനോടെ ഇല്ല എന്ന വിവരമാണ് പോലീസ് ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ആലപ്പുഴ KVM, ചേർത്തലയുള്ള KVM ആശുപത്രിയിൽ വെച്ച് 36-കാരിയായ പള്ളിപ്പുറ സ്വദേശി ആശ ആൺകുഞ്ഞിനെ, നവജാത ശിശുവിനെ പ്രസവിക്കുന്നത്. അതിനുശേഷം ഇത് വീട്ടുകാരിൽ നിന്നും മറച്ചുവെച്ച്, ഈ ഗർഭിണിയാണെന്ന വിവരം പോലും ഭർത്താവിൽ നിന്നും വീട്ടുകാരിൽ നിന്നും മറച്ചു വെച്ചു എന്ന വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. വയറ്റിൽ മുഴയുണ്ടെന്നാണ് വീട്ടുകാരോട് പറഞ്ഞത്. ഈ ആശാപ്രവർത്തകർ സാധാരണഗതിയിലൊക്കെ തന്നെ പ്രസവം കഴിഞ്ഞ സമയത്ത് വീട്ടിലെത്താറുള്ളതാണ്. അങ്ങനെ ആശാപ്രവർത്തക ഇതറിഞ്ഞു വീട്ടിലെത്തി. KVM ആശുപത്രിയിലെ റെക്കോർഡ് അനുസരിച്ചാണ് അവർ വീട്ടിലെത്തിയത്. ഈ ഘട്ടത്തിൽ വീട്ടുകാരോട് പറയരുത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ആശാപ്രവർത്തക ആത്മഹത്യ ചെയ്യും, ഈ യുവതി ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആശാപ്രവർത്തകയും ഈ വിവരം ആദ്യഘട്ടത്തിൽ ആരോടും പറഞ്ഞിരുന്നില്ല. പിന്നീട് രണ്ടാമത്തെ ദിവസമാണ്, ഇന്ന് 11 മണിയോടുകൂടിയാണ് അവിടുത്തെ ജനപ്രതിനിധിയോട് ഈ വിവരം പങ്കുവെച്ചത്. അവിടെ വാർഡ് മെമ്പറിനോടും പഞ്ചായത്ത് പ്രസിഡന്റിനോടും വിവരം പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് വിവരം ചേർത്തല പോലീസിനെ അറിയിക്കുന്നത്. ചേർത്തല പോലീസ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ആശയെയും ആശയുടെ ആൺ സുഹൃത്തായിട്ടുള്ള രതീഷിനെയും കസ്റ്റഡിയിൽ, അവരുടെ വീട്ടിൽ നിന്നും കസ്റ്റഡി എടുത്തിട്ടുണ്ട്. കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ ഈ ചേർത്തലയിലെ പോലീസ് സ്റ്റേഷനിൽ ആശയെയും ആശയുടെ ആൺ സുഹൃത്ത് രതീഷിനെയും പോലീസ് സംഘം ചോദ്യം ചെയ്തു വരികയാണ്. ചേർത്തല DYSPക്കാണ് അന്വേഷണ ചുമതല. കുഞ്ഞിന് ജീവനില്ല എന്ന വിവരം പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ഇവർ മൊഴികൾ പല ഘട്ടത്തിലും മാറ്റിക്കൊടുത്തു. ആദ്യഘട്ടത്തിൽ പറഞ്ഞത് തൃപ്പൂണിത്തുറ സ്വദേശിയായ ഒരാൾക്ക് തങ്ങളുടെ കുടുംബത്തിന് സാമ്പത്തികമായ പ്രതിസന്ധിയുണ്ട്, ബാധ്യതയുണ്ട്, കുഞ്ഞിനെ പോറ്റാനുള്ള പാങ്ങില്ല, 2 കുട്ടികളുണ്ട്, അതുകൊണ്ട് ഈ കുഞ്ഞിനെ ഒരാൾക്ക് ദത്ത് കൊടുത്തു എന്നാണ് ആദ്യം പോലീസിന് മൊഴി നൽകിയത്. പക്ഷേ ആ മൊഴിയിലെ വൈരുദ്ധ്യം, അത് സംബന്ധിച്ചുള്ള പോലീസിൻ്റെ അന്വേഷണം എവിടെയും എത്താത്തതിനെ തുടർന്ന് വീണ്ടുമുള്ള ചോദ്യം ചെയ്യലിലാണ് ഇവർ കുഞ്ഞിന് ജീവനില്ല എന്നുള്ള കാര്യം മൊഴി നൽകിയിട്ടുള്ളത്. അത് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. ഇനി അടുത്ത മണിക്കൂറുകളിൽ ചേർത്തല ഇൻസ്പെക്ടർ, സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരുത്തും. അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത്. ഉന്മേഷ്. ശരി, മനീഷ് മഹിബാലാണ് വിവരങ്ങൾ നൽകിയത്.